അപ്പൊ ഗംഗ ഇവിടെ തന്നെയുണ്ട്. ഇനി ഇളയമ ഉണ്ടോ നോക്കാം. ആനന്ദ്, എന്തു പറ്റി ആനന്ദ്? ഞാനിവിടെ വന്നതിന് ശേഷം ആനന്ദ് ആദ്യമായിട്ടാ എന്റെ മുറിയിൽ വന്നത്. സന്തോഷായി എനിക്ക്. ഞാൻ ഇവിടേക്ക് വന്നതല്ല, അമ്മയുടെ മുറിയിലേക്ക് പോകാൻ ഇറങ്ങിയതാ. ഇവിടെ എത്തിയപ്പോ തോന്നി അമ്മ റെഡിയായിട്ടുണ്ടാവില്ല എന്ന്. മടങ്ങിപ്പോവാൻ ഒരുങ്ങിയപ്പോഴാ ജയന്തിയെ കണ്ടൊരു കാര്യം പറയാനുള്ള കാര്യം ഓർത്തത്. ഞാൻ അവളെ ഇവിടെ നോക്കിയത്. ആനന്ദ്, നീ പോയിക്കോ. നീ അടുക്കളക്കാരി കല്യാണിയെ കാണാതെ വിരളി പിടിച്ച് നടക്കുകയാണെന്ന് എനിക്കറിയാം. എന്റെ മുറിയിലേക്ക് വന്നതും അവളെ തിരഞ്ഞു തന്നെയാ. നീ അവളെ കണ്ടെത്താനും പോകുന്നില്ല, നിന്റെ ആഗ്രഹമൊട്ട് നടക്കാനും പോകുന്നില്ല. ഇളയമേ, ഇളയമേ. ഇളയമ റൂമിലില്ലല്ലോ. ആ, ഇളയമ കണ്ടോ? ഇല്ല സർ, കണ്ടില്ല. ചെല. കല്യാണിയെ ഫോണിൽ വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഇളയമേ കാണാനുമില്ല. ഏതായാലും ഒന്ന് വിളിച്ചു നോക്കാം. ആനന്ദാണല്ലോ. അവനെന്താ ഇപ്പോ? ഇനി കല്യാണിയെ ഞാൻ തട്ടിക്കൊണ്ടുപോയെന്ന് അറിഞ്ഞു കാണൂ? അതോ അവൾ എഴുതി വെച്ച കത്ത് കണ്ടിട്ട് വിളിക്കുന്നതായിരിക്കോ? ഏതായാലും ഫോൺ എടുക്ക, അല്ലെങ്കിൽ അത് സംശയത്തിന് കാരണമാവും. ആ ആനന്ദേ, ഹാപ്പി വെഡിങ് ഡേ. ആ താങ്ക്സ്. ഇളയമ എവിടെയാ? എന്താ ആനന്ദേ പറയൂ. അല്ല, ഇന്ന് നിന്റെയും ഗംഗയുടെയും കല്യാണമല്ലേ, അതുകൊണ്ട് ഇളയമ്മ നിങ്ങൾ രണ്ടുപേരുടെയും പേരിൽ പൂജ പറഞ്ഞിരുന്നു കരിക്കകം ദേവീ ക്ഷേത്രത്തില്. അത് കഴിഞ്ഞ് അങ്ങോട്ട് വന്നോണ്ടിരിക്കുവാ. അല്ല, ആനന്ദ് എന്തിനാ വിളിച്ചേ? അല്ല, ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ആളില്ല. ഗസ്റ്റുകളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ദേ ഇളയമ്മ ഇപ്പൊ എത്തി. കഴിഞ്ഞ കല്യാണം മുടങ്ങിയതുപോലെ ഈ കല്യാണം മുടങ്ങരുതല്ലോ. അതുകൊണ്ട് ദേവിയുടെ അനുഗ്രഹം കൂടി വാങ്ങാനാ ഇളയമ്മ രാവിലെ തന്നെ ഇറങ്ങി തിരിച്ചത്. സഹദേവേട്ടൻ വിളിക്കുന്നു, ഞാൻ ഇപ്പൊ തിരിച്ചു വിളിക്കാവേ. നീ ഇപ്പൊ എന്നെ വിളിക്കണമെങ്കിൽ നിനക്ക് എന്നെ എന്തോ സംശയമുണ്ട്. ഇളയമ്മ എന്തോ ഒളിക്കുന്നുണ്ട്. ഇനി കല്യാണി ഇളയമ്മ. സുബർണ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അല്ല, ബ്രോ എവിടെ? ആന്റിയെ കാണാൻ പോയതാ, ഇപ്പൊ വരും. എന്നാലും എന്റെ സുബർണ, ആ ഗംഗയുടെ ധൈര്യം സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. ഏതിനും നാഗമഠത്തെ സന്തതിയാണെന്ന് മറച്ചു വെച്ച് ബ്രോയും സ്വന്തമാക്കി ഈ തറവാട്ടിനെ നാമാവിശേഷമാക്കാനുള്ള അവരുടെ നീക്കത്തെ പൊളിച്ചെടുക്കിയതിന് ബ്രോയ്ക്കും സുബർണനും എന്റെ വക ഒരു സ്പെഷ്യൽ ട്രീറ്റ് ചെയ്യാൻ ഒരുക്കുന്നുണ്ട്. എനിക്കതിൽ വലിയ റോളൊന്നുമില്ല, ആനന്ദിന്റെ കൂടെ പോയിന്ന് മാത്രം. അല്ല, ഈ ഗംഗയെ കുറിച്ചുള്ള എല്ലാ രേഖകളുമായി വന്ന ഡിറ്റക്റ്റീവ് ഐസിയുവിൽ സംസാരിക്കാൻ പോലും ആവാതെ കിടക്കണം. അല്ല, പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലായി ഓഫീസിൽ അതിന്റെ കോപ്പി ഉണ്ടെന്ന്? അതോ, സമൂഹ വിവാഹത്തിൽ പങ്കെടുക്കുന്ന വധൂവരന്മാർക്ക് ആടയാഭരണം കൊടുത്ത ചടങ്ങ് ഓർക്കുന്നില്ലേ?
ഇതെന്തു ആന്റി, ഒരു കൊടവേരൻ പ്രതിമ? അയ്യോ എടി, ഇത് കുടവേറൻ പ്രതിമയൊന്നും അല്ല. വീടിന് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകാൻ വെക്കുന്ന കുബേര പ്രതിമയാ. കുബേര പ്രതിമയോ? അതെ, കുബേരൻ എന്നൊന്ന് കേട്ടിട്ടില്ലേ? ഇടി, പുരാണത്തിലെ ഏറ്റവും ധനികനായ ആളാ കുബേരൻ. അങ്ങേരുടെ പ്രതിമ വീട്ടിൽ വെച്ച സകല ഐശ്വര്യവും വന്നു ചേരുമെന്നാണ് വിശ്വാസം. കഷ്ടം തന്നെ. ഗംഗ ആരാണെന്നും അവളുടെ ഉദ്ദേശം എന്താണെന്നും തെളിയിക്കുന്ന ഡോക്യുമെന്റ്സ് സാറിന് കിട്ടിയെന്നല്ലേ പറഞ്ഞത്? കാലാകാലങ്ങളായി എല്ലാ വർഷവും തൃച്ചംബരം തറവാട്ടിൽ നടന്നു വരുന്ന ഒരു മഹത് കർമ്മമാണ് സമൂഹ വിവാഹം. അതിനു മുന്നോടിയായി വധൂവരന്മാർക്ക് തൃച്ചംബരത്ത് നിന്നും ഉപഹാരം കൊടുക്കുന്ന ചടങ്ങുണ്ട്. ആ ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. ഓരോരുത്തരായിട്ട് വന്ന് ആടയാഭരണങ്ങൾ സ്വീകരിക്കണം. വന്നോളൂ. Best wishes. Best wishes. Happy married life. धीरे धीरे नारे धीरे नारे धीरे धीरे नारे Best wishes. സുബ്രു, നമുക്കൊരു സ്ഥലം വരെ പോണം. നീ വാ. എങ്ങോട്ട്? നീ വാ, പറയാം, വാ. ബ്രോ, നിങ്ങളിത് എങ്ങോട്ടാ? അത് വന്നിട്ട് പറയാം. നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യേ. അതല്ലേ ബ്രോ, അമ്മ ചോദിച്ചെന്താ പറയാ? ചോദിച്ചാ നീ ഒന്ന് മാനേജ് ചെയ്യ.
ഇത് വളരെ അത്യാവശ്യം ആയതുകൊണ്ടാ. വന്നിട്ട് കാര്യങ്ങൾ പറയാം. സുബ്രുവ, സമയം പോകുന്നു. അപ്പൊ അതാണ് നിങ്ങൾ എന്നെയും കൂട്ടാതെ പോയതല്ലേ? എന്തേ, എന്തുപറ്റി? ആകെ ഒരു ഡള്ളായിട്ടിരിക്കുന്ന. ശരിയാണല്ലോ, മുഖത്തൊരു നിരാശ. അഖിലാന്റി ആ ഫോട്ടോയും ഡോക്യുമെന്റ്സും കാണുന്നതോടെ ഗംഗയടിച്ച് പുറത്താക്കുന്നത് കാണാമല്ലോ എന്നുള്ള ത്രില്ലില്ല ഞങ്ങള്. അതിനിടയില് നിനക്കതെന്തു പറ്റി? ഒരുമാതിരി എല്ലാ പ്രതീക്ഷയും കൈവിട്ടില്ലേ? അത് തന്നെ ഇപ്പോഴത്തെ അവസ്ഥ. എല്ലാം കൈവിട്ടു പോയി. എന്തൊക്കെ പറയുന്ന ബ്രോ? എന്താ ഉണ്ടായേ? പറയാം. ആ കവറിൽ ഗംഗ പ്രിയങ്കയുടെ അനിയത്തിയാണെന്ന് കാണിക്കുന്ന രേഖയല്ലായിരുന്നു ആധാർ കോപ്പികൾ? അതെ, അന്ന് ഓഫീസിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയ തെളിവുകളായിരുന്നു ആ കവറിൽ. അപ്പൊ ആ ഡോക്യുമെന്റ്സ് ഒക്കെ എവിടെ പോയി? ആരും എടുത്ത് മാറ്റിയിട്ടുണ്ടാവും, അല്ലാതെ ഇപ്പൊ എവിടെ പോവാനാ? അതെ, അതാരാണെന്ന് എനിക്കും മനസ്സിലാവാത്തത്. ഗംഗ. അവള് തന്നെ ഇത് ചെയ്തത്. ഞാൻ ഫിക്സ് ചെയ്ത മൈക്ക് കണ്ടുപിടിച്ച് എന്റെ കൈ തന്നെ അവൾ തിരിച്ചേൽപ്പിച്ചപ്പോ അവൾ എന്നെ തന്നെയാണ് സംശയിക്കുന്നതെന്ന് ഞാൻ ഓർക്കണമായിരുന്നു. നമ്മളിൽ ഒരാൾ അന്ന് മുതൽ അവളെ ഫോളോ ചെയ്യണമായിരുന്നു. അല്ല, ആ മൈക്ക് ഫിക്സ് ചെയ്തിട്ട് വല്ല പ്രയോജനം ഉണ്ടായോ? ലൈക്ക് അവൾ ആരാണെന്നോ എന്താണെന്നോ അങ്ങനെ എന്തെങ്കിലും? എന്നെക്കുറിച്ച് വ്യക്തമായി അറിയാവുന്ന ആരോടോമാണ് അവളെന്ന് സംസാരിച്ചത്. അവരുടെ മീറ്റിംഗ് പ്ലേസ് വരെ ഞാൻ എത്തിയതുമാണ്. അവിടെ ഗംഗയെ മാത്രമേ എനിക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ. എന്റെ വരവ് പോലും ഗംഗയെ മീറ്റ് ചെയ്യുന്നവൾ മനസ്സിലാക്കിയതുപോലൊരു തോന്നൽ. നന്നായി. ഒറ്റയ്ക്ക് ഓരോന്ന് പ്ലാൻ ചെയ്യാൻ തുടങ്ങിയ ഇങ്ങനെ ഇരിക്കും. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉണ്ടല്ലോ, ഒരു വാക്ക് ഞങ്ങളോട് പറയാറുന്നില്ല. മതി മതി, സംഭവിച്ചത് സംഭവിച്ചു. വാട്ട് ഈസ് നെക്സ്റ്റ്? യെസ്, വാട്ട് ഈസ് നെക്സ്റ്റ്? ഹലോ ആന്റി. ഗംഗെ, എല്ലാം സക്സസ്. ആ അടുക്കളക്കാരിയെ വിളപ്പുറത്ത് അമ്പലത്തിനടുത്തുള്ള ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ ഒളിപ്പിച്ചിട്ടുണ്ട്. സൂപ്പർ ആന്റി. പക്ഷെ സൂക്ഷിക്കണം,
അവള് രക്ഷപ്പെട്ട സമയത്ത് മണ്ഡപത്തിൽ വന്നു കളയും. അതാ എനം. ഒരു ധർമ്മ കല്യാണത്തിനുള്ള യോഗം പോലും കിട്ടരുത് അവക്ക്. അതൊന്നും ഓർത്ത് നിനക്ക് ടെൻഷൻ വേണ്ട. ആനന്ദിന്റെ പ്ലാനൊക്കെ ഇന്ന് പൊളിഞ്ഞടുങ്ങും. നിനക്കതുകൊണ്ട് ആസ്വദിക്കാം. സന്തോഷായി ആന്റി. ആന്റി വേഗം വരാൻ നോക്ക്. അതെ, ഞാൻ ദേ എത്തി. ശരി എന്നാ. ശരി ആന്റി. ആ ഡോക്യുമെന്റ്സ് എവിടെയെന്ന് പരിശോധിച്ചപ്പോഴാണ് ഈ കത്ത് കിട്ടിയത്. കത്തോ? എന്തു കത്ത്? നോടെ. നോ, ഉറപ്പായിട്ട് ഇങ്ങനൊരു കത്ത് കല്യാണി എഴുതാൻ ഒരു വഴിയുമില്ല. അതെ, അത് തന്നെയാണ് എന്റെയും വിശ്വാസം. അപ്പോ ഇതിനിടയ്ക്ക് ആരോ എന്തോ ഗൂഢമായ നീക്കം നടത്തിയിട്ടുണ്ട്. ഇത് കല്യാണി ഭീഷണിപ്പെടുത്തി എഴുതിച്ചത് അവനെ വഴിയിടും. കല്യാണി ഇപ്പൊ എവിടെ ഉണ്ട് ബ്രോ? കല്യാണി ഇവിടെ ഇല്ല. കല്യാണി ഇവിടെ ഇല്ലേ? പൂജാമുറി നീ കത്ത് കിട്ടിയപ്പോ ഇത് കല്യാണി തന്നെയാണോ എഴുതിയെന്നറിയാൻ ഞാൻ ഈ കത്തുമായി ഔട്ട് ഹൗസിലേക്ക് പോയി നോക്കി. അപ്പോഴാ മുറ്റത്തിരുന്ന് കരയുന്ന അനിയൻകുട്ടനെ കണ്ടത്. അനിയൻകുട്ട, എന്തുപറ്റി അനിയൻകുട്ട? എന്തുപറ്റി? നീ എന്തിനാ കരയുന്നേ? എന്താ പറ്റിയ നിനക്ക്? ചേച്ചി കാണാനില്ല. കല്യാണിയെ കാണാനില്ലെന്നോ? വെറുതെ അങ്ങനെയൊന്നും പറയരുത്. കല്യാണമായിട്ട് നിന്റെ ചേച്ചി എവിടെ പോവാൻ? ക്ഷേത്രത്തിൽ വല്ലതും പോയിട്ടുണ്ടാവും. ഇല്ല, ഇവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന് അറിയാൻ വയ്യ വല്യുഞ്ഞെ. എനിക്ക് പേടിയാവുന്നു. എന്നെ ആരൊക്കെയോ ചേർന്ന് തട്ടിക്കൊണ്ടുപോയി കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. നിന്നെ തട്ടിക്കൊണ്ടുപോയി കെട്ടിയിട്ടിരുന്നോ? അതെ വല്യുഞ്ഞെ. അവിടുന്ന് രക്ഷപ്പെട്ട് ഇവിടെ വന്ന് നോക്കിയപ്പോ ചേച്ചി കാണാനില്ല. ഞാൻ എല്ലായിടത്തും തിരക്കി, ചേച്ചി ഇവിടെ ഇല്ല. ഈ കല്യാണം ഇഷ്ടമല്ലാത്തത് കൊണ്ട് ചേച്ചി എവിടെയെങ്കിലും ഇറങ്ങിപ്പോയതായിരിക്കോ? അതോ എന്നെ തട്ടിക്കൊണ്ടുപോയതുപോലെ ചേച്ചി ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണോ?